അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ദിവസത്തിലെ വിദ്യാവേളയിലെ ദൈവമക്കളെ നിങ്ങളൊക്കെ രാജ്യപ്പാൻ ദൈവം ചെയ്ത വീട്ടുകായിട്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യും. പ്രധാനപ്പെട്ട തിരുമേനിയും അച്ഛനെയും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനെയും ദൈവത്തെ സ്തുതിക്കുകയും നന്ദി അറിയിക്കുന്നു. ഇവിടുത്തെ അച്ഛനെയും തിരുമേനിയും മാത്രമല്ല ഇവിടുത്തെ എല്ലാ സംഘടനകളെയും സന്മാറ്റന്മാരെയും പ്രതീക്ഷയും എല്ലാവർക്കും സ്തോത്രം ചെയ്യുക. തികച്ചും സന്ധ്യയായപ്പോൾ ഒരു മഴ തുടങ്ങി. ഞാൻ വിചാരിച്ചു അച്ഛൻ കാണുമായിരിക്കും, അച്ഛമ്മയും കാണുമായിരിക്കും, നമ്മുടെ അസിസ്റ്റൻ്റ് കാണുമായിരിക്കും വിചാരിച്ചു. സന്മാറ്റന്മാർ ഇവിടുത്തെ പോയി കിട്ടിട്ടുണ്ടെങ്കിൽ വഴിയാതെ വ്യക്തികളോട് വിചാരിച്ചു. എന്നാൽ ഇത്രയും പേര് കടന്നുകൊണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യും. അവിടെ അച്ഛൻ പറഞ്ഞ് 40 ദിവസം കഴിഞ്ഞാൽ പരീക്ഷണങ്ങളാണ്, പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് 40 ദിവസം കഴിഞ്ഞിരിക്കുക. ഏത് സമയത്ത് പ്രസിഡന്റും പ്രതികൂലങ്ങളും ഏത് വിധത്തിൽ മേടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള പദ്ധതി കടന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ഇവിടുന്ന് എല്ലാവരും കൂടെ ടൂർ പോയി. സത്യത്തിൽ പറഞ്ഞാൽ എൻ്റെ ആരോഗ്യത്തിൻ്റെ ടൂറിൽ ഞാൻ പോയില്ല. എൻ്റെ ഭാര്യ എല്ലാവരും കൂടെ പോയി തിരിച്ചുകൊണ്ടിച്ച് പറഞ്ഞു അവിടെ കാണാൻ വെച്ചുകൂടെ ഒരു ചെറിയ മീറ്റിംഗ് കൂടെ നടത്തിയാൽ വളരെ അനുഗ്രഹമായിരുന്നു. മിക്കവാറും കൈ കിട്ടാത്തവരെല്ലാം കിട്ടി. നല്ല അനുഗ്രഹമായിട്ട് അടുത്ത പ്രാവശ്യം തൊട്ട് നമുക്ക് അതിനോട് പ്രോഗ്രാം ചെയ്യണം, അച്ഛനോട് പറയണമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ കാര്യത്തിലും നമുക്ക് ഉത്സാഹവും ധൈര്യവും വരണമെന്നുണ്ടെങ്കിൽ ആത്മീയ കൂട്ടായ്മ മാത്രമല്ല, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളും കാഴ്ചകളും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷവും സംതൃപ്തിയും വരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് പറഞ്ഞാൽ ഞാൻ ചോദിച്ചു എത്ര മണിക്കാണ് മീറ്റിംഗ് ആരംഭിക്കുന്നത്. രാവിലെ കറക്റ്റ് 10 മണിക്ക് ആരംഭിച്ചിരിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് 9:30 അച്ഛൻ വരും, പാട്ട് പറയുമ്പോഴും പാട്ടുകാർ പാട്ട് പാടിക്കോളും. 10 മണിക്ക് വരും. അടുത്ത പരിപാടികൾ അങ്ങനെ തുടങ്ങിപ്പോകും. എപ്പോൾ തുടങ്ങിയാലും 12 മണിയാകുമ്പോൾ നിർത്തും. വലയുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും സമയത്തിന് അത് നിർത്താം. അതുകൊണ്ട് ഈ സമയത്ത് നിർത്തണമെങ്കിൽ സമയത്ത് തുടങ്ങണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജീവിതം ശരിയാകണമെന്നുണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തെ കൊണ്ട് കാണണം, ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ യൗവനത്തിൽ തന്നെ അല്ലെങ്കിൽ നമ്മളായിട്ട് സ്ഥലത്ത് തന്നെ വചനം കേട്ട് മറക്കാനല്ല, വചനം കേട്ട് അനുസരിച്ച് തുടങ്ങണം. അസാധ്യങ്ങളെ സാധ്യമാക്കി തരുന്ന തമ്പുരാനാണ് നമ്മുടെ മധ്യത്തിലുള്ളത്. 40 ദിവസമല്ല, 40, 42, 45 ഒക്കെ ഉപസിച്ചാലും ദൈവത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെന്ന് ഉപസിച്ചുകൊണ്ടൊന്നും നടക്കത്തില്ല. എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ത്യാഗം കഴിച്ചത് എൻ്റെ പാപത്തിൻ്റെ മോചനത്തിന് എനിക്ക് വേണ്ടിയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ പ്രവർത്തനം ഉണ്ടാകൂ. ഞാൻ ഒന്നും പറഞ്ഞു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. മുപ്പത് പറയുന്നില്ലെങ്കിൽ തന്നെയും യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 26 വാക്യങ്ങൾ വായിക്കുമോ? ഒരു കുരുടൻ്റെ കഥയാണ് പറയുന്നത്. ആ കുരുടൻ പറയുന്നത് ഞാൻ പറഞ്ഞോളാം. ആ കുരുടൻ പറയുന്നത് ഒറ്റ കാര്യമുണ്ട്, ഞാൻ കണ്ടുപൊട്ടനായിരുന്നു, എനിക്കിപ്പോൾ കണ്ടു കാണാം. തീർച്ചയായിട്ടും ജീവിതത്തിനകത്ത് ഒരു കണ്ടുപൊട്ടനായ ഒരു വ്യക്തി ആണ് അവിടെ കാണിക്കുന്നത്. യേശുവിൻ്റെ അടുത്തതിൻ്റെ 1-ാം വാക്യമൊക്കെ വായിച്ചാൽ ഒരിക്കലും അവൻ പറയുന്നില്ല എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്നോ ഞാൻ കണ്ടുപൊട്ടനാണെന്നോ എനിക്ക് ജീവിതത്തിൽ നിരാശയാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവൻ ഒരു കാര്യം അവനറിയാം, കണ്ടുപൊട്ടനാണ്. അവൻ്റെ ആകാരിക അവനറിയാം. അങ്ങനെ ആ കാര്യം അറിയാവുന്നവൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശു അതിൻ്റെ കൂടെ കടന്നു വരുന്നു. യേശു കടന്നു വന്നപ്പോൾ അവനോട് അവൻ്റെ അടുത്ത് വന്നപ്പം കൂടെ ഉണ്ടായിരുന്ന അനുയായികൾ ചോദിക്കുന്നു, ശിഷ്യന്മാർ ചോദിക്കുന്നു, ഇതിവൻ്റെ കുറ്റമോ ഇവൻ്റെ അപ്പന്മാരുടെ കുറ്റമോ ആരുടെ കുറ്റമാണ്? ഇന്ന് ലോകത്തിൽ നമ്മളെക്കുറിച്ചും നമ്മളെ അറിയിക്കുന്ന ചുറ്റുപാടും നമ്മളെക്കുറിച്ച് ചോദിക്കുന്ന ഒരേ ചോദ്യം ഇത് തന്നെയാണ്. ഒരു ഉപദേശിയുടെ മോനാണെങ്കിലും ഒരു അച്ഛൻ്റെ മോനാണെങ്കിലും പിന്നെ തിരുമലിക്ക് മക്കളില്ലാത്തൊന്നും പറയാൻ ഒക്കത്തില്ല. മക്കൾക്കും മക്കളുള്ളവരുണ്ട്. പക്ഷേ ആരുടെ മക്കളായാലും ശരി, അവർക്കൊരു ദോഷം വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഇത് ആരുടെ കുറ്റം കൊണ്ടാ, അയാളുടെ പ്രവർത്തനം കൊണ്ടാകുമ്പോൾ അയ്യോ അല്ലെ എന്താണ് സംഗതി ചോദിക്കും. കുറ്റം വിധിക്കാനിരിക്കുന്ന ജനത്തിൻ്റെ നടുവിലും യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാർ ചോദിച്ചത് ആരുടെ കുറ്റമാണെന്ന് ചോദിക്കുന്നു, കൂടെ ചോദിക്കുന്നു. അപ്പോൾ യേശു പറഞ്ഞെന്തുവാ, ഇത് അപ്പൻ്റെയോ അമ്മയുടെയോ മറ്റാരുടെയും കുറ്റമല്ല, ദൈവനാമം മഹത്വപ്പെടുവാനാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു പ്രശ്നമോ പ്രയാസമോ പ്രതികൂലമോ ആഞ്ഞടിച്ചിട്ടുണ്ടെങ്കിൽ ആ ആഞ്ഞടിച്ചിരിക്കുന്ന നമ്മൾ അത്രയും ദൈവത്തെ വിളിക്കുകയും ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ദൈവത്തിലേക്ക് ആപത്തും പ്രയാസങ്ങളൊക്കെ വരുമെങ്കിലും നമ്മൾ വളരെ ത്യാഗത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ കഷ്ടമേറി വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതത്തിനകത്ത് പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോണം,
എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വലിയ അത്ഭുതം നടക്കാൻ പോവുകയാണ്. ഒരു അത്ഭുതത്തിനപ്പുറത്ത് നടക്കാൻ വേണ്ടിയാണ് ദൈവം ഒരു തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ നേരിടുന്ന പ്രതികൂലത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിനകത്ത്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ഒരു വലിയ മാനസാന്തരം തരുവാൻ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദൈവ മഹത്വം എടുക്കുവാൻ വേണ്ടിയാണ് പ്രതികൂലത വന്നിരിക്കുന്നത്. യേശു ഇത് കേട്ടോണ്ട് എന്ത് ചെയ്തു? ഇത് വേറെ ആരെയും കുറ്റമല്ല. ഉടനെ തന്നെ യേശുപ്പൻ ചെയ്തെന്താ? നിലത്ത് തുപ്പി. ആ തുപ്പി ഏതെടുത്തു നിന്ന് ആ ചള്ള ഒഴിച്ച്, ഇവിടെ ചള്ളെന്ന് പറയുന്നത് ഉടക്കില്ലല്ലോ, ആ ചേറ് പൊടിച്ചെടുത്തിട്ട് ആ കണ്ണുമുട്ടൻ്റെ കണ്ണിൽ തേച്ച് കൊടുത്തു. തേച്ച് കൊടുത്ത് ചെന്ന് പറഞ്ഞു, നീയെ പോയി കഴുകാൻ പറഞ്ഞു. ചീലാക്കുളത്തിൽ പോയി അറിയാൻ പറ്റൂ, പോയി കഴുകാൻ പറഞ്ഞു. ആ കഴുകാൻ പറഞ്ഞ നിമിഷത്തിൽ അവൻ കണ്ണടിക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്തു? യേശുവിൻ്റെ വാക്കനുസരിച്ച്. അപ്പോൾ അവൻ ഇങ്ങനെ കേട്ടിട്ടുണ്ടാകാം, ഇങ്ങനെ മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട്, എന്നാലും കേട്ടിട്ടുണ്ടാകാം, കേൾക്കാതിരിക്കാം. പക്ഷേ അവനവിടെ പോയി കഴുകിയപ്പോൾ എന്ത് സംഭവിച്ചു? സംഭവിച്ചില്ലേ? കാഴ്ച പ്രാപിച്ചു. ഈ കാഴ്ച പ്രാപിച്ച് തിരിച്ചു വന്നപ്പോൾ കാഴ്ച പ്രാപിച്ച് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കൂടെ വന്നവർക്കും മറ്റവർക്കും അച്ഛന്മാർക്കും ഉപദേശിമാർക്കും വെറുതെ കുസുമ്പായി. എന്താണെന്നറിയാമോ? ഇവൻ്റെ ജീവിതത്തിനകത്ത് കാഴ്ച പ്രാപിച്ചു. അന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, യേശുവിനെ കുറ്റം പറയാനിരിക്കുന്നവർ, യേശുവിൻ്റെ കുറ്റം കണ്ടുപിടിക്കാനിരിക്കുന്നവർ ഇവന് സൗഖ്യമായി സന്തോഷിക്കുകയല്ല ചെയ്തത്. അവൻ സൗഖ്യമായത് കണ്ട് കുറ്റം പിടിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു അഭിവൃദ്ധിപരവും അഭിവൃദ്ധി ഇവിടെ വാസ്തവമായി നമ്മുടെ രക്തത്താൽ എണ്ണപ്പെടുത്ത ദൈവത്തിൻ്റെ ജനം വളരെ വ്യക്തമായി പ്രാർത്ഥിച്ച് ഉപസിച്ച് നേരിടുമ്പോൾ അവർക്ക് അനുഗ്രഹം വരുമ്പോഴേ, അതിൽ വിടുതൽ പ്രാപിക്കുമ്പോൾ മറ്റുള്ളവർ പരിഹസിക്കുക തുടങ്ങും. ഈ പരിഹസിച്ച് തുടങ്ങുന്ന ഒരു കാര്യം മനസ്സിലാക്കിക്കോണം, ദൈവനാമം മഹത്വപ്പെടുകയാണ്. എന്നിട്ട് അവനെ വിട്ടില്ല. അവൻ്റെ അടുത്ത് കൂടി ചോദിച്ചു, ഇത് എങ്ങനെയാണ് സൗഖ്യമായത്? ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് ഒരു ദേവാലയത്തിൽ ചെന്നു. നമ്മൾ ഒരു ദേവാലയത്തിലാണ് ചെന്ന് കഴിഞ്ഞാൽ അറിയാതൊരു സ്തോത്രം പറഞ്ഞു പോയി. മ്യൂസിയത്തിനകത്ത് പുതിയ മൃഗത്തെ പിടിച്ചിരിക്കുമ്പോൾ എങ്ങനെ അന്ന് പിള്ളേരെത്തി നോക്കും. അതുപോലെ ഇരിക്കുന്ന ഉറങ്ങിയിരുന്ന അമ്മച്ചി വരെ കടുവന്നു ഇതാണ്ടായിട്ടും സ്തോത്രം പറഞ്ഞു. അപ്പം ഈ ചെറുക്കന് സൗഖ്യം കിട്ടി അവനോട് വന്നു കഴിഞ്ഞപ്പോൾ എന്തുണ്ടായിരുന്നു? അവന് സ്തോത്രം പറയല്ല, അവൻ ഇങ്ങനെ കിട്ടിയതെന്ന് കുറ്റം വിളിച്ചു. അപ്പോൾ എന്തോ പറ്റി? ഇവൻ വന്നു കഴിഞ്ഞാൽ ചോദിച്ചു, നിനക്ക് എങ്ങനെയാണ് സൗഖ്യമായത്? ഈ ഒരു മനുഷ്യൻ വന്നു കൊണ്ട് ചേർന്നുണ്ടാക്കി എൻ്റെ കണ്ണി തൊട്ട് ഞാൻ സൗഖ്യമായി. അതാരാണെന്ന് ഞാൻ എങ്ങനെ അറിയുന്നത്? അപ്പോൾ ഉടനെ എൻ്റെ കാര്യത്തിൽ ചോദിക്കുന്നുണ്ട്, അവൻ ആരാണെന്ന് നിനക്കറിയാമോ? എനിക്കറിയത്തില്ല. പക്ഷെ എന്താണ് കാര്യം? യേശുവാണെന്ന് പറഞ്ഞാൽ അവനെ പുരോഹിതന്മാരും രോഗന്മാരും കൂടി ഇവരെ പുറത്താക്കാനിരിക്കുക. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ സാഹചര്യത്തിൽ യേശുപ്പൻ നമുക്ക് വേണ്ടി മരിച്ചു, നമ്മുടെ പാപത്തിന് പരിഹാരത്തിന് വേണ്ടി മരിച്ചു ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ഈ നാടുകളിൽ നമുക്ക് ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. എൻ്റെ യേശുവാണ് എനിക്ക് സൗഖ്യം തന്നെന്ന് പറയുവാൻ. യഹൂദന്മാരുടെ മധ്യത്തിൽ പോലും ആ മനുഷ്യർക്ക് അത് പറയാൻ ഒക്കുന്നില്ല, ഇവനാണ് എനിക്ക് സൗഖ്യം തന്നതെന്ന്. കാരണം എന്താ? സഭയിൽ നിന്ന് മുടക്കും, അല്ലെങ്കിൽ പല പ്രശ്നമാക്കും. ജീവിതത്തിനകത്ത് പ്രതികൂല സാഹചര്യത്തിൽ അവൻ മാറി മറിഞ്ഞു നിന്നു. അവൻ്റെ അമ്മയും അപ്പനെയും വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ എങ്ങനെയാണ് സൗഖ്യമായത്? ഉടനെ അമ്മയും അപ്പനും പറഞ്ഞു, അവന് പ്രായമുണ്ട്, അവനോട് ചോദിച്ചത്. അവർ അതിനെക്കാട്ട് സാധനങ്ങളാണ്. അവരോട് ചോദിച്ചാൽ അവരെ മുടക്കുമെന്നറിയാം. അവരും പറഞ്ഞില്ല. അവരെന്തോ പറഞ്ഞു? ഞാൻ അവനോട് ചോദിച്ചത്. അവനോട് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞത്? എനിക്കൊരു കാര്യം അറിയാം, ഞാൻ കണ്ണുപൊട്ടനായിരുന്നു. പ്രിയ ദൈവമക്കളെ, മദ്യപാനികൾ മദ്യപാനത്തിൽ നിന്ന് വീണ്ടെടുത്ത് കഴിയുമ്പോൾ എങ്ങനെയുള്ള സൗഖ്യമായത്? എപ്പോഴുള്ള സൗഖ്യമായത്? അങ്ങനെ ഒരു പ്രാർത്ഥിച്ചപ്പോഴാന്നോടാ നിങ്ങൾക്ക് എങ്ങനെ? ആ മദ്യപാനി പറയുന്നത്, പണ്ട് ഞാൻ മദ്യപിക്കുമായിരുന്നു, ഇന്ന് ഞാൻ മദ്യപാനം നിർത്തി. അതെനിക്കറിയാം. അതെൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലും വ്യത്യാസമുണ്ട്. എന്താ കാരണം? ആ കുടുംബത്തിലുള്ളവർ മുറ്റപ്പായി തമ്പുരാനോട് പ്രാർത്ഥിച്ചപ്പോഴാണ്. അവർ പ്രാർത്ഥിക്കാൻ മറ്റേ അവിടെ ഇവിടെ കൊണ്ടേപ്പിക്കുകയോ നേരത്തെ കാഴ്ചകൾ കഴിക്കുകയോ കണ്ണ് മല കയറുകയോ അല്ല ചെയ്തത്. അവരിരുന്ന് പ്രാർത്ഥിച്ചു. ഈ ദിവസങ്ങളിൽ ഉപവസിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ദൈവസന്നിധി, കർത്താവേ, നീ എനിക്ക് വേണ്ടി എൻ്റെ കഷ്ടത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതികൂല സാഹചര്യത്തിൽ എന്നെ വിടുവിപ്പാനാണ് നീ ഇവരെ കുറിച്ചിരിക്കുന്നത്. ആ ഒരു തൊഴിൽ രക്തം കൊണ്ട് എൻ്റെ ഈ പ്രശ്നത്തിൽ മോചനം തരണം. എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം, ഏത് പ്രശ്നവും നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിച്ചാൽ അത് നൽകി തരുക പറഞ്ഞിരിക്കുന്നത്. ഏത് പ്രശ്നവും നൽകുക. നമ്മുടെ ചോദിക്കും, കർത്താവേ
ഞാൻ 300 രൂപ മുടക്കി ലോട്ട് എടുക്കാൻ പോവുക, അതുകൊണ്ട് ഞാൻ അതിലേക്ക് 500 രൂപ അതിനകത്ത് നിനക്ക് നേർച്ചിട്ടേക്കാം, എനിക്ക് നടക്കത്തില്ല. ദൈവനാമ മഹത്വത്തിനാണ് ദൈവംബരാൻ തോന്നണം, അതായിരിക്കണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അല്ല ചുമ്മാ കയറി പ്രാർത്ഥിച്ചുകൊണ്ടൊന്നും ദൈവം പ്രവർത്തിക്കത്തില്ല. ആര് പ്രാർത്ഥിക്കണം? വിധീഷത്തിന്റെ മകള് വിധീഷനോട് ചോദിക്കുന്നു, എനിക്ക് ഇന്ന് 500 രൂപ വേണം, അല്ലെങ്കിൽ അപ്പൻ്റെ പേഴ്സ് ഞാൻ എടുത്തു എന്ന് പറയാം. എന്നും കണ്ടുകൊണ്ട് എൻ്റെ മോൻ ചെന്ന് പേഴ്സ് എടുത്താൽ പറയും, മോനെ തടവി പ്രാവശ്യം വെച്ചിരിക്കുന്നത്. എന്താ കാരണം? അച്ഛൻ്റെ പേഴ്സിനകത്തുനിന്ന് പൈസ എടുക്കാൻ അച്ഛൻ്റെ കുഞ്ഞിനെ അവകാശമുള്ളൂ. എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് ദൈവസന്നിധി പിടിച്ചു വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ പൈതലായിരിക്കണം. അതിന് എന്താണ് കാരണം? ഇതെല്ലാം നമുക്ക് അറിയാവുന്നവരാ. ഈ ധ്യാനിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ച് എൻ്റെ പാപത്തിൽ മോചനം തന്ന് ഇന്ന് ഞാൻ അവൻ്റെ മകനാണ്, മകളാണ്. അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് പറയാം. എനിക്ക് ജീവിതത്തിനകത്ത് പല പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വന്നിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ എൻ്റെ ക്രിസ്തുവിനോട് കൂടെയാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് എന്തുണ്ടാകുന്നു? അവൻ നമുക്ക് നമ്മുടെ എഫേസ്യർ 1:7 പറയുന്നുണ്ട്, അവനിൽ നമുക്ക് അവൻ്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം തന്ന് നമ്മളെ വീണ്ടെടുത്തു. അവനിൽ നമുക്ക് അവൻ്റെ രക്തം തന്ന് നമ്മുടെ അതിക്രമങ്ങളിൽ നിന്നും നമ്മളെ മോചിപ്പിച്ചിരിക്കുകയാണ്. ഈ കുരിശിന്റെ വഴിയൊക്കെ നമ്മൾ ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പാപത്തിന്റെ പരിഹാരത്തിനും നമ്മുടെ പ്രശ്നത്തിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ യേശു മരക്കുരിശിൽ കയറുന്നത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ രംഗത്ത് പോയപ്പോൾ പറയുന്നത് കേട്ടു, തെക്കേടത്തെ അച്ഛനറിയാം, തെക്കേടത്തെ അച്ഛൻ ഓർത്തഡോക്സിലെ ആളുടെ സ്ഥലം പറയാം. അച്ഛൻ പറഞ്ഞു, അവിടെ ബൈബിൾ സെമിനാരി പഠിപ്പിച്ചു, വെള്ളം വീഞ്ഞായത് ചുമ്മാ ഒന്നുമല്ല. മുന്തിരിത്തോട്ടത്തിൽ നടുവിൽ നിന്ന പൊട്ടക്കിണറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. മുന്തിരിക്ക കാലക്രമേണ വീട് ഇതങ്ങ് വീഞ്ഞായി ഇന്നാന്ന് പറഞ്ഞു. അന്ന് വെള്ളം അവിടുത്തെ മണ്ടന്മാരല്ലയോ, നേരത്തെ അവിടെ ആ മുട്ടക്കെട്ടിന്ന് ഒന്നും കോരിയിട്ടില്ല. ഇന്ന് അന്ന് കോരാൻ വന്നു. ഇന്നത്തെ ഈ പോഷത്തിലോ ബൈബിൾ കോളേജ് പഠിപ്പിക്കലോ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അത് എപ്പോഴായോ എങ്ങനായോ എൻ്റെ യേശുപ്പൻ പറഞ്ഞ നിമിഷത്തിൽ സംഭവം നടന്നു. എൻ്റെ കുടുംബത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സഭയിൽ യേശുപ്പൻ വലുത് ചെയ്യും. എപ്പോഴാണ്? നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരുമിച്ച് മുട്ടയിൽ പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ വിടുതലുണ്ടാകും. ഈ 2025 നമ്മുടെ സഭയ്ക്കും നമുക്കും നമ്മുടെ കുടുംബത്തിനും വിടുതലിൻ്റെ ആയിരുന്നു. അവിടെ തീർച്ചയായിട്ടും ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നമ്മൾ മുമ്പോട്ടിരിക്കുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. അവൻ്റെ വലിയൊരു രക്തത്താൽ വീണ്ടെടുക്കാൻ വേണ്ടി അവൻ എനിക്ക് വേണ്ടി യാഗമായി ഓർക്കുക. അങ്ങനെ ഞാൻ വിടുവിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവം തമ്പുരാൻ എന്നെ വിടുവിക്കുന്നുണ്ട് ചെയ്യും. അങ്ങനെ വിടുവിക്കുന്നവർക്ക് എന്തുണ്ടാകുന്നു? അങ്ങനെ അതിൻ്റെ 36-ാമത്തെ ഭാഗത്തിൽ ചോദിക്കുന്നുണ്ട്, പിറ്റന്മാനെ യേശു ഈ കണ്ണുപൊട്ടനോട് ചോദിക്കുന്നു. ഞാൻ പറയാം, ഈ കണ്ണുപൊട്ടനോട് ചോദിക്കുന്നു, നിന്നെ ആരാ സൗഖ്യമാക്കിയത്? ആരാണ് അറിയുന്നു? അപ്പോൾ അവർ പറയുന്നുണ്ട്, അവൻ ആരാ? ഞാൻ തപ്പി നടക്കുക. നീ തപ്പി നടക്കണ്ട, നിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നവനാണ് തന്നെ. നമ്മൾ എങ്ങും പോകണ്ട. ചിലത് പറയും ചിലടത്ത് നിന്നാലേ വെക്കൂ, ചില സമയത്ത് കുടിയാലേ വെക്കൂ, ചിലടത്ത് പരിപാടി നടത്തിയാലേ വെക്കൂ, ചില മല കയറിയാലേ വെക്കൂ. അവിടെയും കൂടോ, ഇവിടെയും പാം, എവിടെയും പാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, നമ്മുടെ ജീവിതത്തിനകത്ത് കാൽവറിയിലെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനം എവിടെ നിന്ന് യാചിക്കുന്നുവോ അവിടെ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിനകത്ത് നിരാശപ്പെട്ടിരിക്കുന്നവരോ ഭാരപ്പെട്ടിരിക്കുന്നവരോ പ്രതികൂല സാഹചര്യത്തിലായിരിക്കുന്നവരോ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കണം. ദൈവസന്നിധി കരയണം. ദൈവമേ, നീ എനിക്ക് വിടുതൽ തരുവാനാണ് ഈ രാത്രി ഇവിടത്ത് വന്ന് ഈ കുരിശിൽ കയറുന്നത്. ഇന്ന രക്തം വിട്ടു തന്നെ തമ്പുരാൻ ഒറ്റ കാര്യം പറഞ്ഞാലേ കുരിശും പോയി, ആണിയും പോയി, എല്ലാം പോയിനെ. പക്ഷേ ഒരു കാര്യം പറഞ്ഞില്ല. എന്താണ്? എൻ്റെ ജീവൻ്റെയും നിങ്ങളുടെ ജീവൻ്റെയും നമ്മൾ ഓരോരുത്തരുടെയും പാപത്തിൻ്റെ പേരിൽ യാഗമാകേണ്ടിയാണ് അവൻ വരെ കുരിശിൽ യാഗമായത്. ആ കാൽവരിയിലെ രക്തത്തെ ഓർക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മൾ ഉമ്മ എന്ന് ഓർത്തിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഒരാൾക്കും പണിയില്ലാഞ്ഞിട്ടല്ല വൈകിട്ടും രാത്രിയൊക്കെ മീറ്റിംഗ് വെക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ദിവസമെങ്കിലും ഒരു തുള്ളി അകത്തിരട്ടെ, ചെന്ന് കഴിഞ്ഞ് പിന്നെ പരിവർത്തനം ഉണ്ടാകട്ടെ. അതൊറ്റ ഉദ്ദേശത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ചെല്ലുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. കർത്താവ് അടുത്തു നിന്ന് അവരോട് ചോദിക്കുക, ആരാ സൗഖ്യമാക്കിയത്? അമ്മ നാട്ടുകാര് അപ്പനോട് അമ്മയോട് ചോദിക്കുന്നു, ആരാ സൗഖ്യമാക്കിയത്? അവരാരും പറയുന്നില്ല.
പക്ഷേ ആ കാലം നമ്മളിപ്പോൾ ഓർക്കുന്ന കഥകൾ കേൾക്കുന്നെങ്കിൽ 2025 വലിയ വിദൂരതയില്ലാതെ നമുക്കിവിടെ നമ്മൾ രക്ഷിച്ച ആരാണ് മനസ്സിലായി പറയാനൊക്കാത്ത സാഹചര്യം നമ്മുടെ മുന്നിൽ ഉണ്ടാകാൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? അങ്ങോട്ട് മാറി അങ്ങനെ അല്ലാതെന്ന് പറയാനൊക്കത്തില്ല. ധൈര്യത്തോടെ പറയാനൊക്കുമോ? ജീവിതത്തിൽ എന്ത് പ്രതികൂലതയാണെങ്കിലും പ്രശ്നങ്ങളാണെങ്കിലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ യേശു മതിയായവനാണ്. എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ എൻ്റെ യേശു മതിയായവനാണ്. അവിശ്വസിക്കുന്നത് എവിടെയും പറഞ്ഞിട്ടുള്ള പോകുന്നത്. അമ്മച്ചി 40 ദിവസം വസിച്ചു, CST 42 ദിവസിച്ചു. അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് വന്ന് നോക്കുന്നുണ്ടേ ആ മാവ് നിന്നെടുത്ത് കൊണ്ട് അപ്പുറത്തെ വീട്ടിലെ മാവ് ഇപ്പുറത്തെ കൂടുതൽ അപ്പുറത്തും പോകാൻ വേണ്ടി അമ്മച്ചി പ്രാർത്ഥിച്ചത്. 42 ദിവസം പ്രാർത്ഥിച്ചു. മാവ് അന്നും പോയില്ല, അതിന് ഇനിയും വന്നില്ല. അമ്മച്ചി 42 ദിവസം പറഞ്ഞു, എനിക്ക് അന്നേ അറിയാം ഇത് നടക്കുന്ന പ്രശ്നമല്ലെന്ന്. ഇത് ഞാൻ നോക്കിയതാണ്. ഈ പരിപാടി കൊണ്ട് നടക്കത്തില്ല. വാസ്തവമായി എൻ്റെ ദൈവം പ്രവർത്തിക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി എൻ്റെ ദൈവത്തിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഈ നാളുകളുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവം ജനം പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മറുപടി തന്നെ അനുഗ്രഹിക്കും. ഈ കഷ്ടത്തിൽ നിന്നും, ഈ പ്രയാസത്തിൽ നിന്നും, ഈ നിന്നവാക്കിൽ നിന്നും, പരിഹാസത്തിൽ നിന്നും വിടുവിക്കും. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരെ തീരണം. ഈ കണ്ണുമക്കൾ സൗഖ്യമായപ്പോൾ അതിൻ്റെ കുശുമ്പും കുഞ്ഞായ്മയും വെച്ച് അവനിട്ട് പാര പണിയാനല്ല. അവൻ സൗഖ്യമായത് വേറെങ്കിലും ആണ്, മന്ത്രവാദത്തിലാണ്, ഗൂഢോത്തരത്തിലാണ്, അല്ലെങ്കിൽ അതൊക്കെ ടെക്നിക്കാണെന്ന് പറയാനല്ല. അവൻ സൗഖ്യമായി വിശ്വസിക്കുക, അവനെ സൗഖ്യമാക്കിയത് ആരെന്ന് മനസ്സിലാക്കുക. ആ സൗഖ്യമാക്കിയ ദൈവം, ആ വിടുവിച്ച ദൈവം ഇന്നിവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എൻ്റെ വാക്ക് നിർത്താം. പ്രാർത്ഥിച്ചു ഉടനെ കിട്ടിയില്ല. നിങ്ങൾ മടുത്തു പോകുന്നു. നമ്മളെല്ലാം മടുത്തു പോകും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ രോഗി സൗഖ്യമായില്ല, ആ രോഗി മരിച്ചു. ആ രോഗി മരിച്ചു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനയിൽ നമുക്ക് വിശ്വാസമുണ്ടോ? പ്രാർത്ഥനയിൽ വിശ്വാസം കുറയും. എന്നാൽ മരിച്ച ആളിനെ യേശുപ്പൻ ഉയർപ്പിച്ചാൽ അത് അതിശയമാണോ? ആണോ? രോഗമായി കിടന്നവനെ രോഗത്തെയും സൗഖ്യമാക്കിയുള്ളൂ. മരിച്ചവനെ ഉയർപ്പിക്കണമെങ്കിൽ അതാണ് വലിയൊരു വിജയം, അതാണ് വലിയൊരു വിടുതൽ. ലാസറിനെ മരിച്ചവനായി കണ്ടു, രോഗമായി നിറഞ്ഞു, രോഗക്കിടക്കയിലായിരുന്നു നിറഞ്ഞു. യേശുപ്പൻ പോയില്ല. എന്താ പറഞ്ഞത്? അവിടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടണം. എന്റെയും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ, വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പ്രാവശ്യത്തെ ഈ കാലത്ത് ക്രൂശിൻ്റെ രാഗത്തെക്കുറിച്ച് ഓർത്തും ധ്യാനിക്കുന്ന ഈ നാളുകളിൽ എൻ്റെ തമ്പുരാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. അവൻ മതിയായവനാണ്. ഞാൻ അവനെ വിട്ടുപോകത്തില്ല. ഞാൻ അവനെ വിട്ടുപോകത്തില്ല. ഈ ആപത്തൊഴിയോളം, എൻ്റെ ഈ പ്രശ്നം തീരുവോളം ഞാൻ അവനെ മുറുകെ പിടിക്കും. ഞാൻ മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകും. അവനാണ് രക്ഷിച്ചതെന്ന് ഞാൻ മറ്റുള്ളവരുടെ ധൈര്യത്തോടെ പറയും. ആരാ നിന്നെ സൗഖ്യമാക്കിയത്? ഞാൻ അറിയുന്നില്ല, പക്ഷെങ്കിൽ നിന്നെ സൗഖ്യമാക്കുന്നതാണ് നിന്നോട് സംസാരത്തിൽ പറഞ്ഞപ്പോൾ യേശുവിനെ വിളിച്ചടുത്ത് വന്നെങ്കിൽ, തമ്പുരാനെ കർത്താവേ ദൈവമേ വിളിച്ചടുത്ത് വന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഒരു വ്യത്യാസത്തിൽ ദിവസമാക്കി തീർക്കട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ പുതുജീവനെ പുതുവെള്ളം പ്രാപിപ്പാൻ ഇടയാക്കി തീർക്കുന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാനാണ്.